പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. 2 പത്രോസ് ലേഖനം അതിന്റെ എല്ലാവരും സ്തോത്രം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. എന്നാൽ നാം അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമാണ്. എന്നാൽ നാം അവന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാഗ്ദാന പ്രകാരം പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അവതരം വളരെ നമ്മൾ ചിന്തിച്ചു വായിക്കുമ്പോഴാണ് അവതരത്തിൻ്റെതായ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളുകളെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദാനത്തെ കുറിച്ച് പറയുക. കാരണം നോഹയുടെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ പാപം പെരുകിയത് മുഖാന്തരം അന്നത്തെ ജനത്തെ ദൈവം വെള്ളത്താൽ പൊക്കിക്കളഞ്ഞു, ഭൂമിയെ നശിപ്പിച്ചു. എന്നാൽ ഇനി ദൈവം ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കുകയില്ലെന്ന് പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ച നോഹയ്ക്ക് മഴവിൽ അടയാളമായി കൊടുത്തിട്ട് പത്രോസിന്റെ ലേഖനം വന്നപ്പോഴത്തേന് പറയുകയാണ്, അന്ന് വെള്ളത്താൽ നശിക്കപ്പെട്ട ഈ ഭൂമി ഇനി തീയാലാണ് നശിക്കുന്നത്. ഈ ഭൂമിയെ തീക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ തീക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. കാരണം ഈ കാണുന്ന എല്ലാം കത്തി എഴിഞ്ഞ് തീക്കായി ആമെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുന്നവർ എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ജനം കാത്തിരിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടിയിട്ടാണ് ഭക്തന്മാർ കാത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഈ ലോകം കാത്തിരിക്കുന്നത് എന്താണ്? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാത്തിരിക്കുന്നത് ആരുടെയൊക്കെ രക്തം ചൊരിയിച്ച് ആരെയൊക്കെ കൊന്ന് ഏതെല്ലാം കുടുംബത്തിന് അനാഥത്വം വരുത്തി അധികാരം പിടിച്ചെടുത്ത് കസേരയിൽ നിന്ന് വാഴാം എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാത്തിരിക്കുന്നത്. ഇവിടുത്തെ മതങ്ങൾ എങ്ങനെ മതം വളർത്തിയെടുക്കാം, എങ്ങനെ മതം മുഖാന്തരം രാഷ്ട്രീയം വളർത്താം, അതിനകത്ത് തീവ്രവാദം എങ്ങനെ കൊണ്ടുവരാം എന്നാണ് ഇവിടുത്തെ മതങ്ങളും തീവ്രവാദ രാഷ്ട്രീയ പാർട്ടികളിലും മറ്റൊരു ചിന്താഗതി. അവരതിനുവേണ്ടി കാത്തിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം ചെയ്ത് നശിപ്പിച്ച് അവരുടെ സമ്പത്തുകൾ എങ്ങനെ പിടിച്ചെടുത്ത് അവരെ എങ്ങനെ ആ നാട്ടിൽ നിന്ന് അല്ലെ രാജ്യത്ത് എങ്ങനെ ആട്ടി ഓടിക്കാമെന്നാണ് തീവ്രവാദ ഗ്രൂപ്പുകളും വർഗീയവാദികളും നോക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഏത് വിധത്തിലും കലഹം ഉണ്ടാക്കാം, എങ്ങനെ കലഹം ഉണ്ടാക്കി ഭൂമിയിൽ അല്ലെങ്കിൽ അസമാധാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് മനുഷ്യന്റെ ചിന്താഗതി. അവരതിനുവേണ്ടി കാത്തിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെയും മതങ്ങളെയും മത നേതാക്കന്മാരെയും തീവ്രവാദ ഭീകരവാദ വർഗീയവാദികൾ കാത്തിരിക്കുന്ന ആ അനുഭവത്തെക്കാൾ വ്യത്യസ്തമാണ് കർത്താവായ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കാത്തിരിക്കുന്നത്. അവരുടെ കലഹം ഉണ്ടാക്കാനല്ല. ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ച് കലഹം ഉണ്ടാക്കാനും മതത്തിലൂടെ രാഷ്ട്രീയം വളർത്താനും തീവ്രവാദവും വർഗീയത ഉണ്ടാക്കി ആരെയും കൊന്നുപിടിക്കുവാനോ പൊതുമുതൽ നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ പൊതുതരത്തിൽ ഇറങ്ങി പ്രശ്നം സൃഷ്ടിക്കാനോ കുടുംബങ്ങളെ ഒറ്റപ്പെടുത്താനോ അനാഥത്തിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും ക്രൈസ്തവ സമൂഹം ആഗ്രഹിക്കുന്നില്ല. അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാഗ്ദാന പ്രകാരം പുതിയ ഭൂമിക്കും നീതി വസിക്കുന്ന പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തെ കാത്തിരിക്കുക. അപ്പൊ നീതി വസിക്കുന്ന പുതിയ ആകാശം, നീതി വസിക്കുന്ന പുതിയ ഭൂമി. ഇന്ന് എവിടെയാണ് നീതി എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് നീതിയുണ്ടോ? ഹല്ലേലൂയ. നീതി ഉണ്ടായിരുന്നെങ്കിൽ, നീതിയോടുകൂടിയാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ ഇവിടെ കോടതിയുടെ ആവശ്യമില്ലായിരുന്നു, ഇവിടെ പോലീസ് സ്റ്റേഷൻ ആവശ്യമില്ല. അപ്പൊ നീതി നഷ്ടപ്പെട്ട് മനുഷ്യനായും മനുഷ്യൻ മൃഗമായും മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? മനുഷ്യൻ അക്രമവാസനയുള്ളവരായി മാറി. അക്രമത്തിലേക്ക് മുതിർന്നുകൊണ്ടിരിക്കുന്ന മത സാമൂഹ്യ സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രംഗങ്ങളെല്ലാം നോക്കിക്കഴിയുമ്പോൾ അതിന്റെ നടുവിൽ നീതിയില്ല. കയ്യൂക്കുള്ളവൻ കായിക്കാരൻ എന്ന് പറഞ്ഞല്ലേ ഇന്ന് രാജ്യത്തിന്റെ സ്ഥിതി, ലോകരാജ്യങ്ങളുടെ സ്ഥിതി. ലോകരാജ്യങ്ങൾ തമ്മിൽ ഏത് സമയത്തും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവർ അണ്വായുധങ്ങൾ ഉണ്ടാക്കി വലിയ വലിയ മിസൈലുകളും ബോംബുകളും ഒക്കെ പണിതു പൊട്ടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുക. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ സ്ഥാനമാനങ്ങൾ പിടിച്ചെടുത്ത് രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്ത് ആധിപത്യം ഉറപ്പിക്കാവുന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക.
മനുഷ്യനെ വെറും കുരുതി കൊടുത്തോണ്ടിരിക്കുക, മനുഷ്യനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക. നിരപരാധികളായിരിക്കുന്ന കന്യാസ്ത്രീകളെ വെറും കുറ്റാരോപണം ചെയ്ത് അവരെ ജയിലടച്ചുകൊണ്ടിരിക്കുക, പുരോഹിതന്മാരെ ജയിലടയ്ക്കുന്നു, പാസ്റ്റർമാരെ അടിക്കുന്നു, ജയിലടച്ചുകൊണ്ടിരിക്കുന്നു, വിശ്വാസികളെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ നിൽക്കണ്ട. അങ്ങനെയുള്ള ഈ ഭൂമിയിലെ ഈ ഭാരതത്തിൽ എവിടെ നീതി നടക്കുന്നതെന്നൊക്കെ പറയാൻ പറ്റുമോ? ഈ ഭാരതത്തിൽ എവിടെയാണ് നീതി? കേരളത്തിൽ എവിടെയാണ് നീതി കിട്ടുന്നത്? ലോകരാജ്യങ്ങൾ എവിടെയാണ് നീതിയുള്ളത്? നിങ്ങൾക്ക് അങ്ങോട്ട് പ്രത്യേകിച്ച് അങ്ങോട്ട് ആരും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പക്ഷെ വേദപുസ്തകം എന്താണെന്നുള്ളത്, സത്യവേദ പുസ്തകം എന്ന് പറയാം. എന്നാൽ നാം അല്ലേരിയ അവന്റെ വാഗ്ദാന പ്രകാരം അല്ലേരിയ എന്നാൽ നാം അല്ലേരിയ സ്തോത്രം അല്ലേരിയ അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് പുതിയ ഭൂമിക്കും വേണ്ടിയിട്ടാണ് ദൈവജന കാത്തിരിക്കുന്നത്. പ്രേക്ഷകരോ, നമുക്കവിടെ വേണ്ടി നീതിയാണ്. നീതിയുള്ള ഒരാകാശത്തിന് കീഴിൽ നീതി വസിക്കുന്ന ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഭക്തന്മാരുടെ ആഗ്രഹം. അതാണ് ഭക്തന്മാർ ചെയ്യുന്നത്. പ്രേക്ഷകരോ, ഇവിടെ ദൈവത്തിന് വായിക്കുന്ന സൃഷ്ടികളിൽ പ്രധാന സൃഷ്ടികളാണ് ദൈവത്തിന്റെ സ്വരൂപത്തിന് സാധ്യത സൃഷ്ടിച്ച മനുഷ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പ്രകൃതിയെ മുഴുവൻ നോക്കുക. മനോഹരമായി അലങ്കരിച്ച് പ്രകൃതിയിൽ വിവിധ നിറത്തിലും ഫലത്തിലും ഭാവത്തിലുള്ള വൃക്ഷലതാദികൾ കൊണ്ട് വലിയൊരു അലങ്കാരമായിട്ട് ഭൂമിയെ ദൈവം നിലനിർത്തി, പ്രകൃതി നിർത്തിയിരിക്കുക. വാനാദി ഗോളങ്ങളെ കുറിച്ച് സൂര്യചന്ദ്ര നക്ഷത്രാദികളെ കൊണ്ട് ദൈവം രാവും പകലും ഒക്കെ തിരിച്ച്, പകൽ പ്രകാശത്തിന് സൂര്യനെയും രാത്രി പ്രകാശം കൊണ്ട് ചന്ദ്രനെ നക്ഷത്രങ്ങൾ കൊണ്ട് ആകാശം നല്ല മനോഹരമായി വിരിച്ചിരിക്കുക. സമുദ്രത്തിലേക്ക് നോക്കിയാൽ വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ കൊണ്ട് സമുദ്രത്തിന് നല്ല അഴകുണ്ട്. കരയിലും കാട്ടിലുമൊക്കെ ആവശ്യത്തിലുള്ള ഇഴജാതികളെ കൊണ്ട് എല്ലാം മനോഹരമായിട്ട് ദൈവം ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം ദൈവം നീതി വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ലേലിയ എന്നാൽ അതിനേക്കാൾ എല്ലാം ശ്രേഷ്ഠമായിട്ടാണ് മനുഷ്യനെ എല്ലാത്തിനും ശ്രേഷ്ഠനായി ഉത്തമനായി ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാധനം സൃഷ്ടിച്ച മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് നീതി പുറപ്പെടണം. ഈ ആകാശത്തിന് കീഴിൽ നീതിയുടെ അനുഭവം, നാം വസിക്കുന്ന ഭൂമി നീതി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുള്ളൂ. എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയെന്നുള്ളതാണ്. ദൈവത്തിന്റെ സൃഷ്ടി അയക്കുന്ന മനുഷ്യൻ മൃഗങ്ങളെക്കാൾ മോശമായി എന്നുള്ളതാണ്. ലേവിയ അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളെല്ലാം മൃഗങ്ങളാക്കിയത്. വേദപുസ്തകം വായിച്ചാൽ മതി. 49 സംഘത്തെ 20 വാക്യം നിങ്ങൾ വായിച്ചു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് കീഴിൽ. ഞാൻ പറഞ്ഞതല്ല, വേദപുസ്തകം പരിശുദ്ധന്മാർ രേഖപ്പെടുത്തിയതാണ്. മാനത്തോടിരുന്ന മനുഷ്യനാ, അതിന്റെ വിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമായി മാറി. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം, അതാണ് ഇവിടുത്തെ മതം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഇന്നിവിടെ നീതി നഷ്ടപ്പെട്ടു പോയത്. അല്ലേലിയ ഏത് കൊലപാതകയ്ക്ക് വേണ്ടിയിട്ടും ഏത് അക്രമം ചെയ്തതിന് വേണ്ടിയിട്ടും വാദിക്കാൻ ഇവിടെ ആളുകളുണ്ട്. അവന് നീതി മേടിച്ചു കൊടുക്കാൻ. അല്ലേലിയ നമുക്കറിയാം, വലിയ വളരെ പ്രശസ്തമായ കൊലക്കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഗോവിന്ദച്ചാമിക്ക് നീതി വാങ്ങിക്കൊടുക്കുവാൻ ഇവിടെ ആളുണ്ടായിരുന്നു. അല്ലേലിയ അവൻ ചെയ്ത തെറ്റിനെ മറച്ചു പിടിച്ചുകൊണ്ട് അവന് വേണ്ടി വാദിക്കാൻ ഇവിടുത്തെ നീതി വസിക്കേണ്ട ഭൂമിയിൽ നീതി വസിക്കുന്ന സ്വർഗത്തിന് കീഴിൽ അനീതി നടപ്പാക്കാൻ വേണ്ടി ഗോവിന്ദച്ചാമിയുടെ കേസ് വാദിച്ച് അവന് കൊടുത്ത വധശിക്ഷയിൽ നിന്ന് അത് ജീവപര്യന്തമാക്കി എടുക്കുവാൻ വേണ്ടിയുള്ള അനീതി പ്രവർത്തിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്ക് എന്ത് ചെയ്തു? അല്ലേലിയ പുള്ളിക്ക് എന്ത് ചെയ്തു? സ്വതം വധശിക്ഷ ജീവപര്യന്തം കൊടുത്ത് പുള്ളി ജയിലടച്ചു. ഇപ്പം കാണിച്ചത് കണ്ടില്ല, ജയിൽ ചാടി വീണ്ടും പിടിച്ച് ജയിലിട്ടിരിക്കുക. ഇവിടെ നീതിയില്ലെന്നുള്ളതാണ്. അല്ലേലിയ ഇപ്പൊ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിലും നീതി വസിക്കുന്ന പുതിയ ഭൂമിക്കും വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ ഇവിടെ അനീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേലിയ രാഷ്ട്രീയക്കാർ ജനത്തെ സേവിക്കുന്നുണ്ടോ? ഇല്ല, അവർ അധികാരത്തിലൂടെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. അല്ലേലിയ മനുഷ്യൻ എന്ത് ചെയ്തും മൃഗത്തിന് സമാനമാണ്. മതങ്ങൾക്കകത്ത് സംഘടനകൾക്കകത്തെല്ലാം തല്ലി അടിപൊളിയാണ്. എല്ലാം അധികാരത്തിന് വേണ്ടിയിട്ടാണ്. ദൈവത്തെ അനുസരിക്കാതെ മനുഷ്യൻ സാത്താന് കീഴടങ്ങി. ദൈവത്തിന്റെ സ്വരൂപത്തിന് സാക്ഷിച്ച മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതെ ദൈവദിനത്തിന് കീഴ്പ്പെടാതെ സാത്താന്റെ വാക്കുകൾ കേട്ട് എന്ത് ചെയ്തു? സാത്താന് ജനം കീഴടങ്ങി. മനുഷ്യൻ പാപത്തിൽ വസിക്കുവാൻ തുടങ്ങി. മനുഷ്യന്റെ ഉള്ളിൽ പാപം വസിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവന്റെ ഉള്ളിൽ നീതി നടപ്പിലാക്കേണ്ട സാഹചര്യത്തിൽ അനീതി വസിച്ച് അവൻ അനീതിയെ പ്രവർത്തിക്കുന്നത്. അതുമുഖാന്തരം നമ്മുടെ കർത്താവിന്റെ ഹൃദയം തകർന്നു.
അനീതി വസിക്കുന്ന ഭൂമിയിൽ നീതി നഷ്ടപ്പെട്ടു പോയ ഭൂമിയെ സംരക്ഷിക്കുവാൻ, ജനത്തെ സംരക്ഷിക്കാൻ വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് അയച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തകർന്ന ഹൃദയം ഭൂമിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവന്റെ ശരീരം, മാനകുലത്തിന് നീതി വസിക്കുന്ന ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും കൊടുക്കുവാൻ വേണ്ടി കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി. ഹല്ലേലൂയ. അവൻ മരിച്ചുയർത്ത് സ്വർഗാരോഹണന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥമയ്ക്കുമ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നത് നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയും ഇവിടെ വേണമെന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താ? മനുഷ്യന് വേണ്ടി കർത്താവിന്റെ ശരീരം തകർക്കപ്പെട്ടും അവന്റെ ഹൃദയം തുറങ്ങിയിട്ടും മനുഷ്യന് നീതി നടപ്പിലാക്കാൻ കഴിയാതെ അനീതി നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തരാണ് ക്രൈസ്തവ സമൂഹം. ഈ ലോകത്തിന്റെ ജീവിത സാഹചര്യം, ലോകത്തിന്റെ ഇഷ്ടങ്ങൾ വ്യത്യസ്തരാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുന്നത്. അവർ ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ വാഗ്ദാനപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി ദൈവഭക്തന്മാർ കാത്തിരുന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദൈവവചനം വിളിച്ചു പറയുന്നത്. സത്യത്തെ എങ്ങും മറച്ചു പിടിക്കാൻ പാടില്ല, സത്യത്തെ എങ്ങും തടഞ്ഞു വെക്കാനും പാടില്ല. സത്യം സത്യമായിട്ട് പറയണം. പക്ഷെ നമുക്ക് വലിയ സപ്പോർട്ടൊന്നും കിട്ടിക്കാണത്തില്ല, കിട്ടുമെന്ന് വരുന്നില്ല. ആരും നമ്മളെ ഇങ്ങോട്ട് ഉൾക്കൊള്ളത്തില്ലായിരിക്കും. നീതി പറയുമ്പോൾ സത്യം പറയുന്നതിനെ ആർക്കും ഇഷ്ടമില്ല. ഇവിടെ നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ അനീതി വളർന്ന് അവൻ ദൈവത്തെ അനുസരിക്കാതെ വന്ന് സാത്താൻ കീഴടങ്ങി പാപം ചെയ്തിപ്പം ഭൂമി മുഴുവൻ അക്രമം കൊണ്ട് നിറഞ്ഞ രക്തം ചുരിച്ചിലാണ്. സമാധാനം നഷ്ടപ്പെട്ടു. ഈ അനീതി വസിക്കുന്ന ഭൂമിയിൽ നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഈ പൊടിയിലേക്ക് തന്നെ തിരികെ ചേരുമാറാക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്വഭാവമായി നിങ്ങൾ എത്ര വലിയ ഉന്നതനായിരുന്നാലും, ഉന്നത കുലജാതനായിരുന്നാലും, നിങ്ങൾക്ക് എന്തെല്ലാം പേരും പ്രശസ്തി, ഏതെല്ലാം ഉന്നത സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നെങ്കിലും നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച നീ നിലത്തെ പൊടിയിലേക്ക് തന്നെ ചേരുന്നൊരു ദിവസമുണ്ടെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ചവനാണ് ദൈവമക്കളെങ്കിലും അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ട് അവർ വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ട്. അവരുടെ ശരീരം മാത്രമേ ഈ ഭൂമിക്ക് വിട്ടുകൊടുക്കുന്നുള്ളൂ. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് നിത്യതയിൽ ചെന്ന് ചേരും. ഈ ശരീരത്തെ പൊടിയിലിട്ട് വിട്ടുകൊടുക്കും, ഞങ്ങളുടെ ആത്മാവ് ഇവിടെ ചെല്ലും, നിത്യതയിലെത്തും. നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് രക്തം ചെയ്യാം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ നമ്മളെല്ലാം പൊടിയിലേക്ക് തിരികെ ചേരും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ആത്മാവ് ഹല്ലേലൂയ നിത്യതയിൽ ചേരും. അതുകൊണ്ടാണ് സഭാപ്രസംഗ ദിവസം 12-7 വായിക്കും, പണ്ട് നാം പൊടി ആയിരുന്നത് പോലെ നാം പൊടിയിലേക്ക് ചേരും. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് തന്നവന്റെ അരികിലേക്ക് പോകുന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിക്കണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. രക്തം ചെയ്യാം. ഇവിടെ ദൈവത്തിന്റെ വചനമായി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എന്നാൽ അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം വായിക്കും. കർത്താവിന്റെ പുനരാഗമന കള്ളന്റെ വരവ് പോലെയാണെന്ന് പത്രോസ് വ്യക്തമാക്കുക. ആകിയാൽ ആരും ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കർത്താവ് വരുന്നത്. കള്ളൻ വീട് തുറക്കാൻ വരുന്നത് സമയം പറഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. അവനറിയാം എപ്പോഴാണ് വീട് തുറക്കേണ്ടതെന്ന്. ആ സമയത്ത് വീട് തുറന്ന് മോഷ്ടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് കള്ളൻ വരുന്നത് പോലെ ആരോടും പറഞ്ഞിട്ടല്ല വരുന്നത്. അവൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി പോകുന്ന സമയത്തോ രാവിലെയോ വരും. ഹല്ലേലൂയ. അവൻ കള്ളനെ പോലെ വരും. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? നീതിക്ക് വേണ്ടി ജീവിച്ച് നീതിയോടെ നടന്ന് കർത്താവിന്റെ വരവിന്റെ ഒരുക്കത്തോടുകൂടിയായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ വരവിനെ വേണ്ടിയാ. എന്നിട്ട് പറയാൻ ഹല്ലേലൂയ. അപ്പൊ കർത്താവ് വരുന്നത് കർത്താവ് വരുന്ന സമയത്ത് നമുക്ക് ഒരുക്കം ഉണ്ടായിരിക്കണം. അത് ആകാശം കൊടുപിടുക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന അന്തരീക്ഷത്തെയാണ് ആകാശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിലെ വെള്ളം നീരാവിയായി നിലകൊള്ളും. ജലം 2 വാതകങ്ങളായി നിർമ്മിതമാണ്. ജലത്തിന്റെ ഹല്ലേലൂയ വ്യാപ്തത്തിൽ 3/2 ഭാഗം ഹൈഡ്രജനും 1 ഭാഗം ഓക്സിജനുമാണ്. ഈ 2 വാതകങ്ങളും വേഗത്തിൽ തീയായി പ്രകൃതി ശക്തികളുടെ പ്രത്യേകമായ സംഘർഷം മൂലം ഈ വാതകങ്ങൾ രണ്ടും ജലത്തിൽ നിന്ന് വിഘടിക്കുമ്പോൾ അത്യുഗ്രമായൊരു പൊട്ടിത്തെറിയോടുകൂടി അത്യുഗ്രമായ പൊട്ടിത്തെറിയോടുകൂടി ഈ കാണുന്ന
ആകാശവും ഭൂമിയെല്ലാം മാറും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ആ സമയത്തുണ്ടാകുന്ന അത്യധികമായ പൊട്ടിത്തെറി മുഴുവൻ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുമെന്ന് പത്രോസ് രേഖപ്പെടുത്തുന്നത് ഈ ഭൂമിയെ തീക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. അപ്പൊ മൂലപദാർത്ഥങ്ങൾ കത്തി ഇതെല്ലാം ചുട്ടഴി. മനുഷ്യൻ പണിതുയർത്തിയിരിക്കുന്ന സകല സൗധങ്ങളും സകലം ചുട്ടഴിയുന്ന നശിച്ചു പോകുന്നൊരു കാലഘട്ടമുണ്ട്. മനുഷ്യൻ പറയാ ലോകാവസാനം ഇപ്പൊ സംഭവിക്കും, നാളെ സംഭവിക്കും, മറ്റന്നാൾ സംഭവിക്കും, 2030 ലോകാവസാനിക്കും, 2040 ലോകാവസാനിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം വായിക്കുക. ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വിടുവായിക്ക് വിളിച്ചു പറഞ്ഞാൽ നടക്കാതെ വേദപുസ്തകം എന്ത് പറയും ചിന്തിക്കണം. ഇവിടെ സത്യവേദ പുസ്തകത്തിൽ പറയുന്ന കാര്യമല്ലാതെ ഈ ഭൂമിയിൽ വേറെ ഒരു കാര്യവും സംഭവിക്കത്തില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന സത്യവേദ പുസ്തകത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങളും ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾക്കും അപ്പുറത്ത് വേറൊരു വചനങ്ങളുമില്ല, വേറൊരു പ്രമാണമില്ല. ഈ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ, വേറെ ഒരു കാര്യങ്ങളും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാണ് കർത്താവ് വചനം പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, അല്ലെങ്കിൽ ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ കത്തിടുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവും കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം എന്ന് ആയിരിക്കണം. എന്നാൽ നാം അവന്റെ നീതിപ്രകാരം അവന്റെ വാഗ്ദാനപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും കാത്തിരിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം, ഹല്ലേലൂയ, 3-ാം അധ്യായത്തിന്റെ 10 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുക. ഹല്ലേലൂയ. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുന്ന എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ 1945 ജപ്പാന്റെ ഹിരോഷിമയിൽ നാഗസാക്കിയിൽ വിട്ട ആറ്റം ബോംബ് സകലത്തെയും ചുട്ടു പുകയാക്കി നമ്മൾ പഠിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പുകയാക്കി. അല്ലെങ്കിൽ മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴിയുന്ന പത്രോസ് പറഞ്ഞ വാക്കുകൾ ചിന്തിച്ചാൽ അന്ന് ജപ്പാനിലെ ഹിരോഷിമയിൽ നാഗസാക്കിയിലിട്ട് ആറ്റം ബോംബ് അന്നത്തെ ഭൂമി കരിഞ്ഞുപോയി, സസ്യാദികളെല്ലാം വെന്തുരുകിപ്പോയി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവായ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ വചനപ്രകാരം മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുമ്പോൾ ഈ ഭൂമിയുടെ സ്ഥിതി എന്തായിരിക്കും? ഈ വാരി പിടിച്ചതും വെട്ടിക്കൂട്ടിയതും പിടിച്ചു പറിച്ചതും മോഷ്ടിച്ചെടുത്തതും അപഹരിച്ചെടുത്തതും ക്രൈസ്തവന്റെ മുതലെല്ലാം കൂടെ അലിയ ഭീഷണിപ്പെട്ട് വാങ്ങിയതും, ഹല്ലേലൂയ, വലിയ വലിയ സൗധങ്ങൾ പണിത് ഉന്നത കുല ജാതന്മാരായി ഉന്നത സിംഹാസനങ്ങളിൽ ഇരുന്ന് വാഴുന്നവരുടെയും പറയട്ടെ, ഇതെല്ലാം തരിപ്പണമാകുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ നിങ്ങളുടെ ജഡം ഈ പൊടിയോട് ചേർന്ന് നിങ്ങളുടെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ചിന്ത എന്താണ്? അവർ കർത്താവിന്റെ വാഗ്ദാന പ്രകാരം പുതിയ ആകാശനും പുതിയ ഭൂമിക്കും വേണ്ടി അവർ കാത്തിരിക്കുക. അവർ പ്രത്യാശയാണ്. ഹല്ലേലൂയ. അവർ മാനസാന്തരം മടങ്ങുക. കർത്താവിന്റെ വരവ് ഏത് സമയത്ത് സംഭവിക്കാം. നിങ്ങളുടെ മരണം ഏത് സമയത്ത് സംഭവിക്കാം. എന്നെ കേൾക്കുന്ന ഇന്ന് നീ മരിച്ചാൽ നീ സ്വർഗരാജ്യത്തിൽ കാണുമോ? എല്ലാവരും പറയും ഞങ്ങൾ സ്വർഗരാജ്യത്തിൽ ചെല്ലുമെന്ന് പറയും. എല്ലാവരും പറയും സ്വർഗരാജ്യത്തിൽ ചെല്ലും. ചിലർക്ക് സ്വർഗരാജ്യത്തിൽ ഉണ്ടെന്നാ പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ കാണുന്ന ദൃശ്യമായ ലോകത്തിൽ വസിച്ച ഒരു വ്യക്തി പോലും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെന്നിട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചിട്ടില്ല. മരിച്ചവരിൽ ആദിജാതനായി ഉയർത്തെന്നിട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച യേശു കർത്താവ് മാത്രമാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ മക്കൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം മരിച്ച് അവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ആ സ്ഥലത്തെക്കുറിച്ച് കർത്താവ് വെളിപ്പെട്ടില്ല, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിന് മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ മരിച്ചുപോയ സകല വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് പിന്നെ ജീവനോടിരിക്കുന്ന ഓരോ ഭക്തന്മാർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോടുകൂടി മേഘങ്ങളിൽ ഇരിക്കാൻ മേഘങ്ങൾ എടുക്കപ്പെടും. നമ്മൾ അതിനോട് ഒരുക്കമായിരിക്കണം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവിന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി ദൈവമക്കൾ കാത്തിരുന്ന് ഈ കഷ്ടം സഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്രൈസ്തവ സമൂഹം ഈ കഷ്ടം സഹിക്കുന്നത്. ഞങ്ങളെ തല്ലിയെ തിരിച്ചടിക്കാത്തത്, ഞങ്ങളെ ചീത്ത പറയാത്തത്, പൊതുവെ നശിപ്പിക്കാത്തത്, ഞങ്ങൾ ബസ്സിന് കല്ലെറിയാത്തത്, ഞങ്ങൾ ഓഫീസുകൾ തകർക്കാത്തത്, കിരവ ചെയ്യാത്തത്, കൂടിയെടുത്ത് നടക്കാത്തത് ഒക്കെ എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. ഞങ്ങളുടെ കർത്താവ് നീതി വസിക്കുന്ന ഒരാകാശം ഭൂമി ഞങ്ങൾക്ക് തരുമെന്നുള്ളത്. പ്രയോജനം.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ? ദൈവഭയത്തോടെ ജീവിക്കണം. ഇവിടെ സുഖിച്ചുമ്പോൾ ചട്ടകസിച്ച് ജീവിച്ച് പലരുടെയും രക്തം ചൊരിഞ്ഞിട്ട് രക്തം പുരണ്ട കറകളുള്ള രക്തം പുരണ്ട കൈകളുമായി നീ ഭൂമിയിൽ എന്തെല്ലാം ചെയ്താലും അത് അനീതിയാണ്. നിന്റെ കരങ്ങളിൽ രക്തത്തിന്റെ കറകളാണ്. ലേലിയ നമുക്കറിയാം സ്തോത്രം, എത്ര ആമേൽ എത്ര ജനങ്ങളെ കഷ്ടത അനുഭവിക്കുന്നത്. സ്തോത്രം. അല്ലെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇടുക്കി ജില്ലയിൽ വട്ടവട എന്ന് പറയുന്ന പ്രദേശത്താന്നു ഒരു ആദിവാസി കോളനിയിൽ ഒരു സഹോദരി വീണ് കാലൊടിഞ്ഞ് ആ സഹോദരിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുവാൻ മനുഷ്യൻ ആ സഹോദരിയെ തുണിക്കകത്ത് കെട്ടി തോളിൽ അമിട്ട് ചുമന്നുകൊണ്ടിരുന്ന കിലോമീറ്റർ നടന്ന് മനുഷ്യന് നീതി നടത്തി കൊടുക്കാൻ രാഷ്ട്രീയക്കാരെങ്കിൽ ഭരിച്ചു ഭരണത്തിലൂടെ ജയിച്ച് അധികാര സ്ഥാനത്ത് വരുന്ന ഈ ജനം മനുഷ്യന് നീതി നടത്തി കൊടുക്കാനായിരുന്നെങ്കിൽ അവര് അത്രമാത്രം കഷ്ടം സഹിച്ച് അവരുടെ രോഗിയെ ഇതുപോലെ ചുമക്കേണ്ടി വരത്തില്ലായിരുന്നു. അവർ അങ്ങോട്ട് നല്ല വഴി വെട്ടിക്കൊടുത്തേനെ. രാഷ്ട്രീയക്കാർക്ക് ജനത്തിന്റെ വിഷയം പരിഹരിക്കാൻ സമയമില്ല, നാടിന്റെ വിഷയം പരിഹരിക്കാൻ സമയമില്ല. അല്ലേലിയ, അവർക്ക് കസേരയാണ് പ്രധാനം. അല്ലെങ്കിൽ കേരളത്തിലെ ഏതൊക്കെ റോഡിലൂടെ സന്തോഷത്തോടെ നടക്കാൻ കഴിയും? അവിടെ ഇവിടെയും ചില മെയിൻ റോഡുകൾ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നന്നാക്കി പണി തീർത്തുകൊണ്ട് കേരളം അല്ലെങ്കിൽ വികസനത്തിലേക്കൊന്നും വന്നിട്ടില്ല. വികസനത്തിന്റെ മുദ്രാവാക്യം ഉയർത്തി നടക്കുന്ന വീരന്മാരോട് ചോദിക്കട്ടെ, നീ താമസിക്കുന്ന ദേശത്തിന്റെ റോഡ് എങ്ങനെ കിടക്കുന്നത്? ലേലിയ സ്വതന്ത്രം. ലേലിയ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ളതല്ല ഞങ്ങൾ ചിന്തിക്കുന്ന ഉയരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3 നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ലേലിയ അത് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എങ്ങനെ? പാപത്തിൽ വീണ് കിടന്ന, പാപത്തിൽ ജീവിച്ച, അനീതി കൊണ്ട് ജീവിച്ചിരുന്ന, ഇവിടുത്തെ സകല അസന്മാർഗമായ ജീവിതത്തിൽ ആയിരുന്ന ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഞങ്ങളുടെ രക്ഷകനായി സ്വീകരിച്ചു. കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം ഞങ്ങൾ സ്വീകരിച്ചു. വെള്ളത്തിലിറങ്ങി മുങ്ങി ഞങ്ങൾ പൊങ്ങി അവന്റെ മരണടക്ക പുനരുത്ഥാനത്തോട് ഞങ്ങൾ ഏകീഭവിച്ച് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതുപോലെ ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുക പാപത്തിൽ നിന്ന്. ഇനി ഞങ്ങളുടെ പ്രതീക്ഷ എന്താണ്? കർത്താവിന്റെ വരവ്. ആ വരവിൽ ഞങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? കർത്താവിന്റെ വാഗ്ദാനം നീതി അലിയ നീതി വസിക്കുന്ന ആകാശവും ഭൂമിക്കും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾ വ്യത്യസ്തരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ലേലിയ നിങ്ങൾക്കും അതാകാം. ലേലിയ സ്തോത്രം. നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ അക്രമങ്ങൾ മാറും. നിങ്ങളുടെ ജീവിതത്തിലെ കുലപാതക വാസന, പലർക്കും പല വാസനകളാണ്. ലേലിയ ചിലർക്ക് കുലപാതകം ചെയ്യണം, മറ്റുള്ളവനെ അടിക്കണം, തകർക്കണം. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഓർപ്പിൽ മിക്കവാറും പറയാറുണ്ട്. ലേലിയ എന്നെ കേൾക്കുന്ന പ്രശ്നം, നീ ജീവിക്കുന്നത് ഇവിടുത്തെ ലോകത്തിന് വേണ്ടി, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, മതത്തിന് വേണ്ടി, തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് വേണ്ടി, ഇവിടുത്തെ അല്ലെങ്കിൽ അക്രമം സൃഷ്ടിക്കാൻ വേണ്ടി അല്ല നീ ജീവിക്കണം. നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള നല്ല മനസ്സും ഹൃദയം നിനക്കുണ്ടാകണം. ലേലിയ കുടുംബങ്ങൾക്കകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല. കുടുംബങ്ങൾ തകർന്ന് ചിഹ്ന ഭിന്നമായി കുട്ടിക്ക് തലമുറകൾ നഷ്ടപ്പെടുന്നു. മദ്യപാനികളും മയക്കുമരുന്ന് ഉപയോഗം ഉള്ളവരും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യശാലകളുടെ എണ്ണം പെരുകുന്നു. ലേലിയ ഈ കഴിഞ്ഞ ചില വർഷങ്ങളെ കേരളത്തിൽ എത്രമാത്രം മദ്യഷാപ്പുകൾ പെരുകി, എത്രമാത്രം ബാറുകൾ പെരുകി, എത്രമാത്രം ബീവറേജുകളുടെ കൊണ്ടുവന്നു. എന്നാൽ എത്രമാത്രം സാധുക്കൾ വീട്ടിലത് കിടക്കുന്ന അവർക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ? ഇനി വീട് വെക്കാൻ പൈസ കൊടുത്താണ് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുവോ? ആ വീടിന്റെ പണി പൂർത്തീകരിച്ച് കിടക്കാൻ പറ്റുമോ? ഇല്ല. ലേലിയ ബാറുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുക. ലേലിയ മനുഷ്യനെ കബളിപ്പിക്കുന്ന വ്യാജ ലോട്ടറികൾ ഇഷ്ടംപോലെ കേരളം ഇറക്കിക്കൊണ്ട് വ്യാജ ലോട്ടറി, അടിക്കാത്ത ലോട്ടറിയും അല്ലേലിയ എന്നും കുടിക്കുന്ന കള്ളും. അല്ലേലിയ എന്നും കുടിക്കാൻ കള്ളുണ്ട്, ഒരിക്കലും അടിക്കാത്ത വ്യാജ ലോട്ടറി കൊണ്ട് മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അത്രമാത്രം അർത്ഥം പതിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. രാജ്യം എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ ലോകത്തിന്റെ വഞ്ചനയിൽ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മതങ്ങളുടെ വഞ്ചനയിൽ നീ അകപ്പെട്ടു പോകരുത്. നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അല്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് പറഞ്ഞ അപ്പോസ്തലൻ 16:21 അല്ലെങ്കിൽ കാരാഗ്രഹ പ്രമാണിച്ച് യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അല്ലേ? കാരാഗ്രഹ പ്രമാണി ചോദിക്കുക. പൗലോസ് പറയുക, തടംപുള്ളി പറയുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ലേലിയ
ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. ആമേ. അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് സാത്താന്യ ശക്തികൾ ഒന്നടങ്കം വാഴും. നിന്റെ കുടുംബത്തെ ചിഹ്ന ഭിന്നമാക്കി മാറ്റി എരിയുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കുന്ന ഒരു പിശാചിന്റെ കുടുംബത്തിനകത്ത് സംഘർഷം ഉണ്ടാക്കും. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തെ തകർക്കും. അങ്ങനെയുള്ള കുടുംബമല്ലേ നിന്റെ കുടുംബം. നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ? ഈ ഭൂമി ജീവിച്ചിന്ന് പ്രതീക്ഷയോ പ്രത്യാശയോ എന്തെങ്കിലും ഉണ്ടോ? ക്രിസ്തുവിന്റെ ജീവിതം നിങ്ങൾക്കുണ്ടോ? ക്രിസ്തുവിനെ രക്ഷകനായി ജീവിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യമുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കുടുംബം താറുമാറായില്ലേ? മാനസാന്തരത്തോട് മടങ്ങി വരണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് മദ്യം സൂക്ഷിക്കുവാനുള്ളതല്ല. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടു വലിയ മതങ്ങളുടെ നേതാക്കന്മാരൊക്കെ അവിടെ ചെയ്യുന്ന പൂജാമുറിക്കകത്ത് ഇഷ്ടംപോലെ കഞ്ചാവ് ഒളിപ്പിച്ച് വെച്ച് നമ്മൾ കണ്ടു. ഹല്ലേലൂയ. മാത്രമല്ല, ധർമ്മസ്ഥലത്തൊക്കെ എത്രയോ ആളുകളെയാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നുകൂടിയത്. ഹല്ലേലൂയ. അത്ര അധപ്പതിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യം. ലോകരാജ്യങ്ങൾ നൈജീരിയയിലും ഇസ്രയേലും ഒക്കെ എത്രമാത്രം ക്രൈസ്തവരെ, വടക്കേന്ത്യ സംസ്ഥാനം എത്ര ക്രൈസ്തവരെയാണ് വെറുതെ ക്രൂരമായി ഉപദ്രവിക്കുന്നത്. നീതിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വേദപുസ്തകം പറയുന്നത്, എന്നാൽ നാം അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്ക് കാത്തിരിക്കും. ഞങ്ങളുടെ ചിന്തകൾ മുഴുവൻ അതാകട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ആദാമിന്റെ അനുസരണക്കേടിനാൽ സാത്താൻ ഈ പ്രപഞ്ചത്തിന്റെ അന്ധകാര ലോകാധിപതിയായി മാറി. അല്ലെങ്കിൽ മനുഷ്യന്റെ അഹങ്കാരം, ആദാമിന്റെ അഹങ്കാര മുഖാന്തരം ഈ പ്രപഞ്ചത്തിൽ സാത്താൻ ഈ പ്രപഞ്ചത്തിന്റെ അന്ധകാര ലോകാധിപതിയായി മാറി. എഫേസ്യ ലേഖനം 6:12 വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ലോകാധിപതി സർവ്വലോകത്തിലെ ദുഷ്ടാത്മസേനയിൽ രാഷ്ട്രങ്ങളെ കൈവശമാക്കി. അപ്പൊ അവൻ ലോകത്തിന്റെ പ്രഭുവായി മാറി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14:30 വായിക്കാം. അവൻ ലോകത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞ സാത്താനെയാണ്. ചെല്ലു പറയുന്നത് ലോകത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞ ചെല്ലു ദൈവമായിട്ട് കണക്കൂട്ടുന്നുണ്ട്. പക്ഷെ ലോകത്തിന്റെ പ്രഭു എന്ന് വേദപുസ്തകം പറയുന്നത് ഈ പ്രപഞ്ചത്തെ അടക്കി കൈവശമാക്കിയിരിക്കുന്ന അന്ധകാര ലോകാധിപതിയായിരിക്കുന്ന സാത്താനെയാണ് വേദപുസ്തകം ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 13, 14, 15 അധ്യായങ്ങളൊക്കെ വായിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ സാത്താൻ ലോകത്തിലുള്ള സകല രാജ്യങ്ങളുടെയും അവയുടെ മഹത്വത്തെയും യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത് ഇതെല്ലാം എനിക്കുള്ളതാകുന്നു, വീട് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് സാത്താൻ യേശുവിനോട് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 4:6. അതാ പറയും, ഇതെല്ലാം എന്റേതാണ്, നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. ഹല്ലേലൂയ, സ്തോത്രം. സർവ്വലോകവും ദുഷ്ടന്റെ അതിൽ കിടക്കുന്നു എന്ന് 1 യോഹന്നാന്റെ ലേഖനം 5:10. ഈ സകല ലോകം എവിടെയാണ്? സകല ലോകം ദുഷ്ടന്റെ, സാത്താന്റെ, ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ അധീനതയിൽ കിടക്കുക. അവൻ അടക്കി വാഴുകയാണ്. മനുഷ്യനെ സമാധാനമില്ല, സ്വസ്ഥതയില്ല. മനുഷ്യന് കണ്ണുനീര് മാത്രമാണ്, സങ്കടങ്ങൾ മാത്രമാണ്. സ്വസ്ഥമായൊരു ജീവിതം ഇപ്പൊ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. പക്ഷെ മനുഷ്യന് കഴിയുന്നില്ല. കുടുംബം സന്തോഷമായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ജീവിതം സമാധാനമായി ജീവിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പറ്റുന്നില്ല. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ മാത്രം. പ്രശ്ന സങ്കീർണമായ ഒരു അനുഭവത്തിലൂടെ നമ്മുടെ രാജ്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഈ അന്ധകാര ലോകത്തിന്റെ ലോകാധിപതിയായിരിക്കുന്ന, ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന പിശാച് സാത്താൻ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുക. മനുഷ്യന്റെ കുടുംബത്തെ തകർക്കുക. അവനെ ഈ ലോകത്തിന്റെ ജടികമായ പാപസുഖങ്ങൾക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി അവൻ ലോകത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ദൈവത്തിനും കുറ്റവാളിയാക്കി മാറ്റുകയാണ് ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്ന സാത്താൻ മനുഷ്യനെ. സർവ്വലോകവും ദുഷ്ടന്റെ അതിൽ കിടക്കുന്നുവെന്ന് യോഹന്നാൻ പറയുക. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും പിശാജ് എന്ന് പറയുന്ന മഹാസർപ്പം എന്ന ഇവനെ വിളിക്കുന്ന, ലോകത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പഴയ പാപും മഹാസർപ്പവും പിശാചും സാത്താനുമായിരിക്കുന്ന, ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ലോകത്തെ ദുഷ്ടാത്മ സേനകൾ മനുഷ്യനെ തകർക്കുക, കുടുംബത്തെ തകർക്കുക. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 12:9 വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഈ ലോകം പാപങ്ങളാലും ശാപങ്ങളാലും ക്രൂരതകൾ കൊണ്ടും ദുഷ്ടതകൾ കൊണ്ടും വഞ്ചനയാലും അതിക്രമങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിൽ എന്താ ഉള്ളത്? പാപം പെരുകി, ശാപങ്ങൾ പെരുകി, ക്രൂരത പെരുകി, ഹല്ലേലൂയ, ദുഷ്ടത പെരുകി, വഞ്ചന പെരുകി, ഹല്ലേലൂയ. മാത്രമല്ല അക്രമങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ.
സോദോം ഗോമോരയുടെ നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനമായി തീർന്നു. ആയതിനാൽ കർത്താവ് സോദോം ഗോമോരയെ ആകാശം തീയിറക്കി നശിപ്പിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 19:20 വായിക്കുന്നുണ്ട്. സോദോം ഗോമോരയുള്ള മനുഷ്യൻ സ്വർഗഭോഗികളായി മാറി. ലോകത്തിന്റെ വീട്ടിൽ ചെന്ന ദൈവദൂതന്മാരെ സ്വർഗത്തിന് വേണ്ടി അല്ലേലിയ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിറവേറാൻ വേണ്ടി ആ പാപം അല്ലേലിയ ആ സ്വർഗത്തോളം എത്തി. അത് മുഖാന്തരം എന്ത് ചെയ്തു? അന്നത്തെ സോദോം ഗോമോരയെ ദൈവം ആകാശത്ത് തീയിറക്കി നശിപ്പിച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്നവരുടെ ശ്രോതാവ്, ഇന്നിവിടെ ജലപ്രളയങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും പേമാരികളും ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും ഉൾപ്പൊട്ടലുകളും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും യുദ്ധസുഹൃത്തുക്കളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും മഹാവ്യാധികളും ഒക്കെ പെരുകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണം, സോദോം ഗോമോരയുടെ പാപം പോലെ ഇവിടെ സ്വർഗഭാഗം പെരുകി. സ്വർഗഭാഗം സ്വാമി എലിയ സ്തോത്രം. മനുഷ്യനില്ല ആണോട് ചേർന്ന് അവനുഷമായത് പ്രവർത്തിക്കുന്നു. സ്വാഭാവിക സ്ത്രീഭോഗം വിട്ടിട്ട് അവനുഷമായ സ്ത്രീയോട് വലിയ അവനുഷമായത് അവരുടെ ശരീരത്തെ അപമാനത്തിന് ഏൽപ്പിക്കുന്നു. അത്രമാത്രം അക്രമം പെരുകി. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു പറഞ്ഞത്. അല്ലേലിയ. അങ്ങനെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഭൂമിയിലാണ് ഒരു കൂട്ടം ഭക്തന്മാർ കർത്താവിന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന ആകാശത്തിനും നീതി വസിക്കുന്ന ഭൂമിക്കുമായി കാത്തിരിക്കുന്നത്. താങ്കൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? എന്നെ കേൾക്കാൻ രാഷ്ട്രീയക്കാരെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നോക്കിയിരിക്കുക? എന്നെ മത നേതാവ്, എന്നെ കേൾക്കുന്ന തീവ്രവാദ ഭീകര വർഗീയത വളർത്തുന്നവരെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഇവിടുത്തെ കൂടത്തിൽ പണത്തിന്റെ ഉടമകളായി കോടീശ്വരമായിട്ട് ചോദിക്കട്ടെ, സൗദങ്ങൾ പണത് എയർ കണ്ടീഷൻ റൂമിലിരിക്കുന്ന നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? അല്ലേരിയ. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം എന്താണെന്നറിയാവോ? നിത്യ നരകമാണ്. ലേലിയ. സ്തോത്രം. സാധുക്കളായിരിക്കുന്ന ജനത്തെ കൊന്നൊടുക്കിയിട്ട് അധികാരത്തിന്റെ കസേരയിലിരുന്ന് ഇപ്പം നിങ്ങൾ സുഖിക്കും. പക്ഷേ നീ കരയുന്ന ദിവസം വരിക. നീ കരയുന്ന നിലവിളിക്കുന്ന ദിവസം നിന്റെ മുമ്പിൽ ആഹ്ലാദമായിക്കൊണ്ടിരിക്കുക. അധികം നാളുകളിൽ നിനക്ക് ലേലിയ കർത്താവിന്റെ ന്യായവിധിക്കര വെളിപ്പെടാൻ സമയമായി. അപ്പൊ സോദോം ഗോമോരയുടെ പാപം പെരുകി കഴിഞ്ഞപ്പോഴേക്കും അത് സ്വർഗത്തോളം ചെന്നു. ദൈവം എന്ത് ചെയ്തു? ആകാശത്ത് ഇറങ്ങി സോദോം ഗോമോരയെ നശിപ്പിച്ചുവെന്ന് അല്ലെങ്കിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 18:20 വായിച്ചു നോക്കണം. 19 അധ്യായം വായിക്കുന്നവരെ അറിയാം ഉൽപ്പത്തി. അതുപോലെ നോഹയുടെ കാലത്ത് മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളും നിരൂപണങ്ങളൊക്കെ എല്ലാം ദോഷമുള്ളവത്ര എന്നും യഹോവ കണ്ടു. നോഹയുടെ കാലത്ത് മനുഷ്യന്റെ ദുഷ്ടത പെരുകി. അവന്റെ ഹൃദയവിചാരങ്ങളെല്ലാം അവന്റെ നിരൂപണങ്ങളെല്ലാം വലിയ ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. ആ ഭൂമിയാണ് ദൈവം ജലപ്രളയത്താൽ നശിപ്പിച്ചു കളഞ്ഞത്. ആ ഭൂമി ദൈവം ജലപ്രളയത്താൽ നശിപ്പിച്ചു കളഞ്ഞു. ഇനിയും ജലപ്രളയത്താൽ നശിപ്പിച്ച ഭൂമിയിൽ, നശിപ്പിക്കപ്പെട്ടു പോയ ഭൂമിയിൽ നോഹയുടെ ഭാര്യയും തന്റെ മക്കളും മരുമക്കളും 8 പേരടങ്ങുന്ന സംഘം അന്നത്തെ പ്രളയത്തിന് ശേഷം ഭൂമിയിലേക്ക് കാലുകുത്തി. പിന്നീട് അവരിൽ ജനിച്ച സകല തലമുറകളും പഴയതുപോലെ തന്നെ പാപത്തിൽ പെരുകി. അല്ലേലിയ. നമ്മുടെ ഇവിടുത്തെ വ്യഭിചാരത്തിന് നമ്മുടെ കേരളത്തിൽ എത്രമാത്രം സ്ഥാനമാനങ്ങളാണ് കൊടുക്കുന്നത്. അല്ലേലിയ. അതിന് എത്രമാത്രം അംഗീകാരങ്ങൾ കൊടുക്കുന്നത്. വ്യഭിചാരം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളമായി മാറി. അല്ലേലിയ. ഇത് തെളിവ് ഞാൻ ഒരുപാട് തരാം. അല്ലേലിയ. സ്തോത്രം. അത്രമാത്രം അത്രമാത്രം കേരളം അതംപതിച്ചു. ദൈവത്തിന്റെ കോപം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക. അതിൽ പ്രളയം വരുമ്പോൾ, പേമാരി വരുമ്പോൾ, ദുരന്തം വരുമ്പോൾ, പ്രകൃതിക്ഷോഭം വരുമ്പോൾ, ഇടിവെട്ട് മിന്നൽ വരുമ്പോൾ, ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് വന്ന് നാശനഷ്ടങ്ങൾ ഭൂകമ്പം കൊണ്ടാകുമ്പോൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴാണ് എല്ലാവരും ദൈവത്തെ കുറ്റം പറയുന്നത്. ദൈവം കൊണ്ട് ഇതൊക്കെ നടക്കൂ. ദൈവമുണ്ട് ശ്രോതാവേ. ദൈവം ഉള്ളതുകൊണ്ട് ഇതെല്ലാം നീ ഇവിടെ നിൽക്കുന്നത്. ദൈവമില്ല നീ താങ്കൾ ഭൂമി പോലും കാണത്തില്ല. നീ ഭൂമി ജന്മം പോലും എടുക്കത്തില്ലായിരുന്നു. ദൈവം ഉള്ളതുകൊണ്ട്. പക്ഷെ സോദോം ഗോമോരയുടെ പാപം പെരുകിയതുപോലെ നോഹയുടെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ദുഷ്ടതയും അവന്റെ നിരൂപണങ്ങളും വിചാരങ്ങളും എല്ലാം ദോഷമുള്ളതായി കാണി. ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് ആ തലമുറ അന്ന് ന്യായവിധിയിൽ കടന്നുപോയി. ഈ കാലഘട്ടത്തിൽ നാം മനുഷ്യൻ ന്യായവിധിയുടെ അനുഭവത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുക. നീ എന്ത് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്? അതുകൊണ്ടാണ് സ്തോത്രം. സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്. 2 പത്രോസ് ലേഖനം 3:8 എന്നാൽ പ്രിയമുള്ളൊരു കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല.
അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്നു കർത്താവ് ഇങ്ങ് വരാറായി സമയം, അല്ലെങ്കിൽ കർത്താവിന്റെ മാമലിയ ലോകം അവസാനിക്കാറായി. ഇതൊക്കെ കർത്താവിനെ അറിയാം. കർത്താവ് വേദപുസ്തകം ആമേൻ ആത്മാവിൽ ദൈവമക്കൾ ആമേൻ വിശുദ്ധന്മാരെ എഴുതിച്ചത്. അപ്പൊ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിക്കില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് താമസിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് 2 ലേഖനം 3:9 ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദാനം നിവർത്തിപ്പം താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ലോകം അവസാനിക്കാത്തത്? എന്തുകൊണ്ടാണ് ലോകം പലരും പ്രവചിക്കുന്നു, പലരും ലോകം ഇപ്പൊ അവസാനിക്കുമെന്ന്. 2000 തുടങ്ങിയതാ ലോകം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് പലരും അവസാനിപ്പിക്കാൻ നോക്കി, അവരൊക്കെ അവസാനിച്ചു പോയി. പക്ഷെ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ വേണ്ടി അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നുകൊണ്ട് ഓരോ ദിവസം നമുക്ക് നീട്ടിത്തരിക. നിന്റെ ദുഷ്ടത, നിന്റെ ഹൃദയവിചാരങ്ങളും നിരൂപണങ്ങളൊക്കെ ദോഷമുള്ളതും ദൈവം കണ്ടു. അതുകൊണ്ട് നീ ഭൂമി ജീവിച്ച് നിന്റെ ജനം മണിലോട്ട് ചേർന്ന് നിന്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരിയായി നിന്റെ ആത്മാവിന് വീണ്ടെടുപ്പ് തന്ന് നീ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ വാഗ്ദാനപ്രകാരം പുതിയ ആകാശനും പുതിയ ഭൂമിക്ക് വേണ്ടി നീ കാത്തിരിക്കുന്നതിനായി മാറാൻ വേണ്ടി, ആ ഒരു പ്രതീക്ഷ നിനക്ക് വരാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നത്. രക്തം ചെയ്യും ലേലിയ. ഞാനത് നിങ്ങളെ ഗൾഫിൽ കൊണ്ടുപോകുന്ന അമേരിക്കയിൽ കൊണ്ടുപോകുന്നൊന്നും അല്ല പറയുന്നത് കേട്ടോ. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്ന എഞ്ചിനീയറാക്കും ഡോക്ടറാക്കുന്നൊന്നും അല്ല പറയുന്നത്. അല്ലേലിയ. കർത്താവിന്റെ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഈശോ, അതുകൊണ്ട് നീ മാനസാന്തരം മടങ്ങി വരണം. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് ഈ ലോകം രക്തക്കറ പുരണ്ടതാകുന്നു. ഈ ലോകം രക്തക്കറ പുരണ്ടതാണ്. ഇവിടുത്തെ മനുഷ്യന്റെ കരങ്ങൾ രക്തക്കറ പുരണ്ടതാണ്. ഇവിടുത്തെ മതങ്ങൾ രക്തക്കറ പുരണ്ടതാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കരങ്ങൾ രക്തക്കറ പുരണ്ടതാണ്. അതുകൊണ്ട് ലോകം കറ പുരണ്ടതാണ്. നീതിമാനായിരുന്ന ഹാബേലിന്റെ രക്തം ഈ ലോകത്തിൽ ചിന്തി. അല്ലേലൂയ. മാത്രമല്ല നമ്മുടെ പ്രിയ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകം ക്രൂരമായി ക്രൂശിൽ തറച്ചു കൊന്നു. അല്ലേലൂയ. നീതിമാനായിരിക്കുന്ന ഹാബേലിന്റെ രക്തം ചിന്തിയ ഈ ഭൂമി, മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന യേശു കർത്താവിന്റെ ശരീരത്തിൽ സ്തോത്രം ഉഴവുചാല് പോലെ അവരുടെ ശരീരം അടിച്ചുകരി ചട്ടമാറുകൊണ്ട് അടിച്ചുകരി കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമായി കാരീരപ്പാണിയാൽ ക്രൂശിൽ അവരെ തറച്ച് മുൾക്കിരീടം തലയിൽ അടിച്ചിറക്കി അവന്റെ വിലാപ്പുറം കുത്തിത്തുറന്ന് ഈ ഭൂമിയെ രക്തത്താൽ നിറച്ച് രക്തം പുരണ്ട യേശു നിരപരാധിയായിരുന്ന രക്ഷകനായ ക്രിസ്തുവിന്റെ രക്തം ചിന്തിയ ഈ ഭൂമി. അല്ലേലൂയ. സ്തോത്രം. അപ്പൊ എന്താണ് ഈ ലോകത്ത്? അല്ലേലൂയ. കർത്താവ് യേശുവിനെ ക്രൂശിൽ തറച്ചു. ആകയാൽ കർത്താവ് ഈ ലോകത്തെ അഗ്നിക്കിരയാക്കാൻ പോകുക. ഇങ്ങനെ രക്തക്കറ പുരണ്ട ഈ ഭൂമിയെ കർത്താവ് അഗ്നിക്കിരയാക്കാൻ സമയമായി. അഗ്നിയാൽ കത്തി അഴിയും. അല്ലേലേ. അതിന് ഭൂമി മനുഷ്യൻ തീരുവൊന്നും വേണ്ട. ഈ ഭൂമി കത്തി അഴിയാൻ വേണ്ടി മനുഷ്യൻ തീടണ്ട. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. ഭൂമിക്കടിയിൽ തിളച്ചു മറിയുന്ന തീ ലാഭ പോലെ അല്ലരിയ അതെല്ലാം കത്തി അഴിയും. അതുകൊണ്ടാണ് നോഹയുടെ കാലത്ത് ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചതുപോലെ വീണ്ടും നശിപ്പിക്കാതെ പകരം അഗ്നിക്കിരയാക്കുവാൻ പോകുന്നു. ആകാശ കുടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമി അതിലെ പണികളും വെന്തുപോകുകയും ചെയ്യുമെന്ന് 2 പത്രോസ് ലേഖനം 3:10 രേഖപ്പെടുത്തിയത്. ഈ ലോകത്തെ വിശ്വസിക്കുവാനോ ആശിക്കുവാനോ യാതൊരു സ്തോത്രം വസ്തുവില്ല. ഈ ലോകത്ത് നമുക്ക് ആശിക്കുവാനും പ്രത്യാശിക്കുവാനും ഒന്നുമില്ല. എന്തെല്ലാം ഉണ്ടെങ്കിലും തീക്കായിട്ട് വെച്ചിരിക്കുക. അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും എന്ന് കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും നമ്മുടെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 5:18 വാക്യത്തിലും, മത്തായിയുടെ സുവിശേഷം 24:35, മർക്കോസിന്റെ സുവിശേഷം 13:31, ലൂക്കോസ് സുവിശേഷം 21:33 ഈ കാണുന്ന ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലേലിയ. ഇതൊക്കെ ഇവിടെ നിവർത്തിക്കുന്നത് കേട്ടോ. ഞങ്ങൾ അതുകൊണ്ടാണ് യേശുവിനെ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ലോകത്തിന്റെ സ്ഥാനമാന ഭോഗങ്ങൾ, ഇവിടുത്തെ അക്രമങ്ങൾ, ഇവിടുത്തെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ ബന്ധു നടത്താനും കർത്താൻ നടത്താൻ സമയത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളുടെ കരങ്ങൾ രക്തക്കറ പുരണ്ട കരങ്ങളായി മാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആരെയും തിരിച്ചടിക്കാത്ത. എത്രയോ ക്രൈസ്തവരെ നിങ്ങൾ അടിച്ചു കൊന്നു, വെട്ടി കൊന്നു. എത്ര പേരെ നിങ്ങൾ നിരന്തരമായി ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഞങ്ങൾക്ക് എന്നെ തിരിച്ചടിക്കാൻ കഴിയാഞ്ഞിട്ടാണോ? അതല്ല, ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ ആരോഗ്യം ബലമൊക്കെ കൊണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്യാത്തത്, ഞങ്ങൾ നിന്ന് പേടിക്കുന്നത്, ഞങ്ങളുടെ കൈകൾ രക്തക്കറ പുരളാൻ പാടില്ല. രക്തക്കറ പുരളാത്ത കരങ്ങളിൽ ആ കരങ്ങൾക്കുള്ളവർക്ക് മാത്രമേ പുതിയ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരുന്ന അവര് മാത്രമേ നിത്യത്തിൽ എത്താൻ കഴിയുള്ളൂ.
ഞങ്ങൾ ക്ഷമിക്കുക, യേശുവിന്റെ ഒരു കർമ്മം തനിച്ചും മറ്റേ കർമ്മം അവർ കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞല്ലേ. ലലിയ സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ലോകം അനീതി നിറഞ്ഞ ലോകമാകുന്നുവെന്ന് യാക്കോബിന്റെ ലേഖനം 3:6 കാണുന്നുണ്ട്. ഈ ലോകം അനീതി നിറഞ്ഞ ലോകമാണ്. എന്നാൽ നാം അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അനീതി നിറഞ്ഞ ലോകത്തിനാണ്, കറപുരണ്ട ലോകത്തിനാണ് സകല അശുദ്ധിയും വ്യഭിചാരവും പരസ്പരം നിറയപ്പെട്ട സകല വിഗ്രഹം നിറയപ്പെട്ട തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിലാണ് ദൈവത്തിന്റെ വാഗ്ദാനത്തിന് വേണ്ടി ദൈവസഭ കാത്തിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ? ശ്രോതാവേ, നീ മാനസാന്തരം മടങ്ങി വാ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്റെ പ്രൗഢി, നിന്റെ നെഞ്ചുവിരിവ് കാണുവാനല്ല അധികം ആഗ്രഹിക്കുന്നത്. നീ മാനസാന്തരപ്പെടും മടങ്ങി വരാൻ വേണ്ടിയിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപം നിന്റെ കുടുംബത്തെ നശിപ്പിക്കുക. അപ്പൊ നീതി വസിക്കുന്നുവെന്നാൽ നീതിയിൽ ദൈവമായി കർത്താവ് നിന്റെ കുടുംബത്തിൽ വസിക്കും. നിന്റെ കുടുംബത്തിൽ നീതി നടത്തും ദൈവം വസിക്കണം. ഹല്ലേലൂയ. അപ്പം പുതിയ ഭൂമിയിൽ പുതിയ ആകാശത്തിൽ നിന്ന് വസിക്കുന്ന പുതിയ ഭൂമിയും പുതിയ ആകാശവും ആ നാളുകൾ സമീപിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ മാനസാന്തരം പ്രാപിക്കണം. മാനസാന്തരപ്പെട്ട് നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:17 വായിച്ചാണ് ഇതാ ഞാൻ ഈ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ സൃഷ്ടിക്കുന്നു. മുമ്പിലത്തേവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ലെന്നാണ്. നമ്മുടെ കർത്താവെല്ലാം പുതിയതാക്കാൻ പോവുക. പുതിയ ആകാശം പുതിയ ഭൂമിയും നിങ്ങൾ അതിൽ കാണുമോ? ശ്രോതാവേ, ഇവിടുത്തെ കോടാനുകൂടി പണം കണ്ട് ജീവിക്കുന്ന കോടീശ്വരന്മാർ ചോദിക്കട്ടെ, പുതിയ ആകാശം പുതിയ ഭൂമിയുടെ അനുഭവം നീ കാണുമോ? പുതിയ യെരൂശലേം നീ കാണുമോ? നിത്യത കാണുമോ? ഇവിടുത്തെ എല്ലാ മതവിഭാഗത്താൻ രാഷ്ട്രീയക്കാർ ചോദിക്കട്ടെ, പുതിയ ആകാശത്തിൽ പുതിയ ഭൂമിയിലും നീ കാണുമോ? നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നിനക്ക് കർത്താവോട് 1000 ആണ്ട് വായിച്ച് നിനക്ക് വരാൻ കഴിയുമോ? ഇല്ലെങ്കിൽ നീ പാപം വിട്ട് മടങ്ങി വരണം. മടങ്ങി മാനസാന്തരം വായിച്ചു വന്നതിലേക്ക് വരട്ടെ. എന്നാൽ നാം അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അതേ സമയം ഇനി അധികമില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരം ഇച്ചിരി ദീർഘക്ഷമ കാണിച്ച് ഈ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തരുമ്പോൾ രക്തക്കറപുരണ്ട രക്തം കൊണ്ട് മല്യമായി കിടക്കുന്ന ഈ ഭൂമി നിന്റെ ജീവിതം തകർന്ന് താളടിയായി മാറാതെ, തീക്കിരയായി മാറാതെ മാനസാന്തരത്തിൽ മടങ്ങി വന്ന് കർത്താവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി വാഗ്ദാനങ്ങളെ വിശ്വസിച്ച് നീ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കണം. അതിനുവേണ്ടി ഇത് പകർന്ന് നിന്റെ കുടുംബം ഒരുങ്ങാവോ? അതിനോട് ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുകളച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശോയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേരളത്തിലെ ഭാരതത്തിലെ ലോകരാജ്യം 800 കോടിയിലധികം ജനം കർത്താവ് ഈ തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത കർത്താവ് ഞങ്ങളുടെ എല്ലാ രാഷ്ട്ര ഭരണ സംവിധാനങ്ങളിൽ ഇരിക്കുന്ന അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, കർത്താവ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, മത നേതാക്കന്മാർ, ഇവിടുത്തെ തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, കർത്താവ് രക്തക്കറ പുരണ്ട കരങ്ങളുള്ള കൂടാനുകൂടി ജനങ്ങൾ അക്രമങ്ങളും തുട്ടറിയും കർത്താവിന്റെ കൃതവിചാരങ്ങളും എല്ലാം ദോഷമായി ഭൂമി കർത്താവ് മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാൻ വിട്ട് മരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജനം മടങ്ങി വന്ന് മാനസാന്തരം ഭൂമി തീക്കായി സൂക്ഷിച്ചിട്ട് കാലമിനെ അധികം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശനും പുതിയ ഭൂമിക്കും വേണ്ടി മനുഷ്യൻ കാത്തിരിക്കുവാൻ ഈ ജനത്തെ ഒരുക്കണമേ. മടങ്ങി ഒരു മാനസാന്തരം കൊടുക്കണം. ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യൗവനത്തിൽ വാർത്തകിരാനും വൃത്തര അസന യാച്ച ഓർഫനെ ചോട്ട തടവറയിലായിരിക്കും വിരയപ്പെട്ടു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കേരളത്തിൽ ലോകരാൽ ക്രൈസ്തവ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഉപദ്രവിയുടെ പീഡയിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ച കർത്താവിന്റെ വാഗ്ദാനത്തിന് കാത്തിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ, പ്രത്യേകിച്ച് നിരപരാധികളായി അനവധി ക്രൈസ്തവ പുരോഹിതന്മാരെ, കന്യാസികളെ, അനവധി ദൈവദാസന്മാരെ, ദൈവമക്കളെ കാരണം കൂടാതെ വേണ്ടി ജയിലടച്ചവരെ നാട്ടി ഓടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ അടിപറത്തി പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ ഭൂമിക്ക് പുതിയ ആകാശത്തിലേക്ക് കാത്തിരിക്കുന്ന വലിയ തലമുറ ദിവസം ഒരുക്കണമേ. ജീവിതം അനുഭവങ്ങളുടെ ദൈവദാസദാസന്മാർ വിദേശത്ത് കഷ്ടം സഹിക്കുന്നവരുടെ നമ്പരപ്പെടുന്ന ഭാരമായി രോഗികളായിരിക്കുന്നവരുടെ ശാപത്തിനും പാപത്തിനും കീഴിൽ പോകുന്നവർ, മദ്യത്തിനും മയക്ക് ലഹരിക്കടിപ്പെട്ടവരുണ്ട്. മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് കർത്താവ് മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടും. നോഹയുടെ കാലത്ത് ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ന്യായവിധിക്ക് വേണ്ടി സൂക്ഷിച്ച ഭൂമിയെ നാളുകൾ കഴിയുമ്പോൾ കത്തി എഴിയുന്നുള്ള തിരിച്ചറിവുണ്ടായി ലഭിച്ച സമയം മാനസാന്തരം കർത്താവിന്റെ വരവിനായി ജനത്തെ ഒരുക്കണമേ. സകലത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടണമേ. സകല മുഖത്ത് എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.